വിരലടയാളമില്ലാത്ത കൊലപാതകം. ആ രാത്രിയിൽ ആ വലിയ മാളികയ്ക്കുള്ളിൽ വെച്ച് ആ പ്രഭു ക്രൂരമായി കൊല്ലപ്പെട്ടു. വലിപ്പമേറിയ ആ മുറിയുടെ വാതിലുകളും ജനലുകളുമെല്ലാം ഉള്ളിൽ നിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. ശരീരത്തിൽ മാരകമായ വിഷമേറ്റതിന്റെ ലക്ഷണങ്ങളുണ്ടെങ്കിലും മുറിക്കുള്ളിൽ എവിടെയും വിഷത്തിന്റെയോ അത് നൽകിയ പാത്രത്തിന്റെയോ അവശിഷ്ടങ്ങളുണ്ടായിരുന്നില്ല. കൊലയാളി എങ്ങനെ ഉള്ളിൽ പ്രവേശിച്ചു? എങ്ങനെയാണ് ഒരു തെളിവും അവശേഷിപ്പിക്കാതെ അപ്രത്യക്ഷനായത്? ആധുനിക ഫോറൻസിക് ശാസ്ത്രവും ഡിറ്റക്റ്റീവുകളും ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് കേവലം വസ്ത്രത്തിലെ ഒരു ചെറിയ കറയും തറയിലെ പൊടിയും കണ്ട് കൊലയാളിയെ കൃത്യമായി പിടികൂടിയ ഒരു പൗരാണിക ഡിറ്റക്റ്റീവിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ചരിത്രത്തിലെ ആ ആദ്യത്തെ ഇൻവെസ്റ്റിഗേഷൻ രഹസ്യത്തിലേക്ക് നമുക്കൊന്നു പോകാം. നമ്മൾ ഇന്ന് കാണുന്ന വിരലടയാള പരിശോധനയും ഫോറൻസിക് ടോക്സിക്കോളജിയും പാശ്ചാത്യരുടെ കണ്ടുപിടുത്തമാണെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. എന്നാൽ BC 4-ാം നൂറ്റാണ്ടിൽ മൗര്യ സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്ന ചാണക്യൻ രചിച്ച അർത്ഥശാസ്ത്രം എന്ന വിഖ്യാത ഗ്രന്ഥത്തിൽ കുറ്റാന്വേഷണത്തെക്കുറിച്ചും മരണപരിശോധനകളെക്കുറിച്ചും കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്. അർത്ഥശാസ്ത്രത്തിലെ കണ്ടകശോധന എന്ന വിഭാഗത്തിൽ ഒരു കൊലപാതകം നടന്നാൽ എങ്ങനെയൊക്കെ തെളിവുകൾ ശേഖരിക്കണം എന്ന് കൃത്യമായി പറയുന്നു. മൃതദേഹത്തിന്റെ നിറവ്യത്യാസം നോക്കി ഏതു തരം വിഷമാണ് നൽകിയതെന്ന് തിരിച്ചറിയാനുള്ള വിദ്യകൾ ചാണക്യൻ അക്കാലത്ത് രേഖപ്പെടുത്തി വെച്ചിരുന്നു. തൂങ്ങിമരണമാണോ അതോ കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കിയതാണോ എന്ന് തിരിച്ചറിയാൻ കഴുത്തിലെ പാടുകളും കണ്ണുകളിലെ രക്തസ്രാവവും പരിശോധിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. ഇന്നത്തെ അത്യാധുനിക പോസ്റ്റ്മോർട്ടം പ്രോട്ടോകോളിന് തുല്യമായിരുന്നു അത്. മൗര്യ കൊട്ടാരത്തിൽ വെച്ച് ഒരിക്കൽ ഇതുപോലൊരു നിഗൂഢ കൊലപാതകം നടന്നു. രാജാവിന്റെ വിശ്വസ്തനായ ഒരു ഉദ്യോഗസ്ഥൻ അടച്ചിട്ട മുറിക്കുള്ളിൽ മരിച്ചു കിടക്കുന്നു. മുറിയിൽ പോരാട്ടം നടന്നതിന്റെ ഒരു ലക്ഷണവുമില്ല. അവിടെയാണ് ചാണക്യൻ തന്റെ വിസ്മയിപ്പിക്കുന്ന അന്വേഷണ ബുദ്ധി ഉപയോഗിച്ചത്. അദ്ദേഹം മൃതദേഹത്തിന്റെ നഖങ്ങൾ പരിശോധിച്ചപ്പോൾ അതിലൊരു പ്രത്യേക തരം നീല നിറം കണ്ടെത്തി. അത് സാധാരണ വിഷമല്ല, മറിച്ച് ശ്വസനത്തിലൂടെ ഉള്ളിലെത്തുന്ന വായു വിഷമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. കൊലയാളി മുറിക്കുള്ളിൽ കയറിയിട്ടില്ലെങ്കിൽ ജനലിന്റെ ചെറിയ വിടവിലൂടെ പുകയായി ഇത് ഉള്ളിലേക്ക് വിട്ടിരിക്കണം. ജനലിന് പുറത്തെ മണ്ണിൽ വീണുകിടന്ന ചില പ്രത്യേക ഇലകളുടെ അവശിഷ്ടങ്ങളും കൊട്ടാരത്തിലെ പുകക്കുഴലുകൾ വൃത്തിയാക്കുന്ന ആളുടെ വസ്ത്രത്തിലെ കറയും ഒത്തുനോക്കിയാണ് ചാണക്യൻ പ്രതിയെ മണിക്കൂറുകൾക്കുള്ളിൽ വലയിലാക്കിയത്. ഇന്നത്തെ ശാസ്ത്രലോകം ഫോറൻസിക് ബോട്ടണി എന്നും ട്രേസ് എവിഡൻസ് അനാലിസിസ് എന്നും വിളിക്കുന്ന രീതിയാണ് ചാണക്യൻ അന്ന് യാതൊരു ലാബുകളുടെയും സഹായമില്ലാതെ നടപ്പിലാക്കിയത്. ഷെർലക് ഹോംസിനും മുൻപ് കൃത്യമായ ലോജിക്കും നിരീക്ഷണ പാടവവും കൊണ്ട് കുറ്റകൃത്യങ്ങളുടെ ചുരുളഴിച്ച ചരിത്രമാണ് ഭാരതത്തിനുള്ളത്. ചാണക്യന്റെ അർത്ഥശാസ്ത്രം വെറുമൊരു ഭരണതന്ത്ര പുസ്തകമല്ല, മറിച്ച് അതിശയിപ്പിക്കുന്ന ഒരു സയൻസ് ഗൈഡ് കൂടിയാണ്. നിർഭാഗ്യവശാൽ ഈ ചരിത്ര സത്യങ്ങളൊന്നും നമ്മുടെ പാഠപുസ്തകങ്ങളിൽ ഇടം പിടിച്ചില്ല. വെറുമൊരു കഥയായി തള്ളിക്കളയാതെ നൂറ്റാണ്ടുകൾക്ക് മുൻപ് നമ്മുടെ മണ്ണിൽ വികസിച്ചുവന്ന ഈ കുറ്റാന്വേഷണ വിസ്മയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ.